വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ മസ്താനിക്ക് ഒരു പണിയും കൊടുക്കുന്നുണ്ട്. കാര്യം പുറത്തുനിന്നുള്ള മുഴുവൻ കാര്യങ്ങളും അകത്ത് വന്നിട്ട് അകത്തുനിന്ന് ഒരു കണ്ടന്റ് പോലും അതിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി പറയാതെ പുറത്തുള്ള കാര്യങ്ങളാണ് കണ്ടന്റ് ആക്കിയിട്ട് അകത്ത് കൊണ്ടുവന്ന് പറയാം. അവരെന്നെ ദേഷ്യപ്പെട്ടതൊന്നും വിഷയമല്ല. സൂചിച്ചേട്ടന്റെ പേരെടുത്തത് മരിച്ചു പോയതകത്തിന് നീ മരിച്ചു പോയല്ല, നീ സമാധാനം കൊടുക്കുന്നില്ല. മരിച്ചു തലയണ വേണ്ട നിൽക്കുന്ന ആൾക്ക് സമാധാനം. ഇതൊക്കെ അതിലുപരി എന്നെ ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ ശാരികയും സരിക ചേച്ചിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്ത ഞാനായിരുന്നു. അവർ രണ്ടും പോയി. പിന്നെ ആ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ മൂത്ത ഒനിയിലാകുന്ന ആണുങ്ങളുടെ കൂട്ടത്തിൽ മൂത്ത്, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ മൂത്ത ആരും എന്നെ അനുജവയുടെ രേണു എന്ന് വിളിക്കും തമാശക്ക്. ബാക്കിയെല്ലാം രേണു ചേച്ചി. എടി നട്ടലില്ലാത്തവളെ, എടി നട്ടലുണ്ടോടി നിനക്ക്, എടി 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 എന്ന് വിളിച്ചുകൊണ്ട് ഇവളെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്നെ എടിയെന്ന് വിളിക്കരുത്, മസ്താനി എന്നെ രേണു എന്ന് വിളിച്ചാൽ നീ ചേച്ചി എന്ന് വിളിക്കണം. നീ മസ്താനീനെ ഞാൻ മസ്താനി എന്നാ വിളിക്കുന്നത്, നീ എന്നെ എടിന്ന് വിളിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അവളെ പേടിച്ചിട്ട് അവിടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയതല്ല. ഞാൻ സംസാരിച്ച് വഴക്ക് പിടിക്കുമ്പോൾ ഞാൻ നടന്നേ ഞാൻ പോത്തുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ അഭിലാഷുമായിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ ഞാൻ നടന്നാണ് പോയത്. അല്ലാതെ ഞാൻ അവിടെ നിന്ന് പറയുന്നത് എനിക്ക് സ്വഭാവമില്ല. ചിലർ നിന്ന് പറയായിരിക്കും, ഞാൻ നടന്ന് വരും. പണ്ട് ഉള്ളവർ പറയുന്നത് ചിലർ നടന്ന് പഠിക്കും, ചിലർ നിന്ന് പഠിക്കും, ഇരുന്ന് പഠിക്കും. ഓരോ ഡിഫറെന്റ് ആണ്. അല്ലാതെ മസ്താനിയെ പേടിച്ചിട്ടല്ല ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. പിന്നെ അധികം കയറി എനിക്ക് സംസാരിക്കാൻ വയ്യ. ഒന്നാമത്തെ കാര്യം ഞാൻ തൊണ്ട പൊട്ടി സംസാരിച്ച്. ഞാൻ ചോദിച്ചു, നീ എന്റെ കാര്യം പറയൂ, നിങ്ങൾ എന്റെ കാര്യം പറയൂ. മരിച്ചു പോയി ഇരുത്തിച്ചിട്ട് അവരുടെ ഒരു രീതി വെച്ചിട്ട് ഇരുത്തിച്ചിട്ട് പോലും ഇല്ലാത്ത അദ്ദേഹത്തിനെ പറ്റി എന്തിനാണ് ഇവിടെ? അദ്ദേഹം ഇവിടുത്തെ കണ്ടസ്റ്റന്റ് ആണോ? അല്ല. അപ്പൊ അദ്ദേഹത്തെ പറ്റി പറയാതെ എന്നെ പറ്റി പറയൂ. ശരിക്കും